കേരളം മുഴുവനും ഇന്ന് കണ്ണീരോടെയാണ് ആ വാർത്ത കേട്ടത്. ചാന്ദിനി കിരൺ എന്ന 5 വയസ്സുകാരിയെ ജീവനോടെ തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു വാർത്ത. നമ്മുടെ നാടിൻ്റെ കുട്ടികളുടെ സുരക്ഷിതത്വം എത്ര മോശകരമാണ്. ആ ഒരു ആലുവയിലെ ഇന്നലെ ആ ഒരു വെള്ളിയാഴ്ച ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമാണ് ചാന്ദിനി കിരൺ എന്ന ആ ബീഹാർ സ്വദേശിയുടെ കുട്ടിയെ കാണാതാവുന്നത്. സ്കൂൾ അവധിയായതുകൊണ്ട്, മുഹറത്തിൻ്റെ അവധിയായതുകൊണ്ട് ഇന്നലെ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. ഈ കുട്ടിയുടെ അമ്മ ഈ അലക്കിയിട്ട ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി മാറി നിന്ന സമയത്താണ് ഈ ഒരു 2 ദിവസം മുൻപ് ഇവർ താമസിക്കുന്ന ഗാരേജിൻ്റെ തൊട്ട് മുകളിലെ റൂമിൽ താമസിക്കാൻ വന്ന അസഫ് ഖാൻ എന്ന പേരുള്ള ഒരു മുസ്ലിം നാമധാരി ആ ഒരു മനുഷ്യൻ, മൃഗം, ലഹരി ബാധിച്ച മനുഷ്യൻ താഴെ വന്ന് ഈ കുട്ടിക്ക് ജ്യൂസ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഈ കുട്ടിയെ ആലുവ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ട ആളുകളുണ്ട്. ഒടുവിൽ ഈ ഒരു കുട്ടിയെ കാണാതായി എന്ന് ഇതിൻ്റെ മാതാപിതാക്കൾ പരാതി കൊടുത്തപ്പോൾ ശരിയായ രീതിയിൽ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഖേദകരം. അവസാനം ഈ കുട്ടിയെ കിട്ടുമ്പോഴതിന് മുൻപ് ഈ ഒരു അസഫ് ഖാൻ എന്ന പേരുള്ള ആ ഒരു പ്രതിയെ കണ്ടുകിട്ടി. അയാളെ കണ്ടുകിട്ടി ചോദ്യം ചെയ്തപ്പോൾ നല്ല മദ്യലഹരിയിൽ, മദ്യമൊഴുകുന്ന കേരളത്തിൽ എന്തും ചെയ്യാമെന്നുള്ള ലൈസൻസ് ഉള്ളൊരു നാടായി പോയതുപോലെ ആ മനുഷ്യനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് കുട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, ഞാൻ അറിയില്ല എന്നാണ്. പക്ഷേ CCTVയിലെ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കുട്ടിയെ വിറ്റു എന്ന് പറഞ്ഞു. പക്ഷേ കൃത്യമായിട്ട് നല്ല മദ്യലഹരിയിലായതുകൊണ്ട് അവനെ ചോദ്യം ചെയ്താൽ പോലും ഉത്തരം കിട്ടാത്ത സ്ഥിതിയിലായിരുന്നു. ഒടുവിൽ പോലീസുകാർ അവൻ്റെ മദ്യലഹരി ഒഴിയാൻ വേണ്ടി കാത്തു നിന്നു. അപ്പോഴാണ് അറിയുന്നത് സിദ്ദീഖ് എന്ന പേരുള്ള ഒരു CIT തൊഴിലാളി ഇവനെ ഈ ആലുവ മാർക്കറ്റിൻ്റെ അവിടെ ഈ കുട്ടിയുമായിട്ട് വരുന്നപ്പോൾ അയാൾ കണ്ടതാണ്. കണ്ട സമയത്ത് ചോദിച്ചു ഈ കുട്ടി ഇതിൻ്റെ മകളാണ് എന്ന് പറഞ്ഞു. ഏതായാലും അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആ ഒരു മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് ഈ സാമൂഹ്യ വിരുദ്ധരും അതേപോലെ മദ്യപിക്കാൻ വേണ്ടി പോകുന്ന ആളുകളൊക്കെയാണ് ചെല്ലാറ്. ആ ഒരു ഭാഗത്ത് ഈ കുട്ടിയെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരാതി കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ ആ സമയത്ത് അവരോട് ചോദിച്ചു ഏതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഇന്ന് കേൾക്കുന്ന പോലീസുകാർ കൃത്യമായിട്ട് വന്ന് പ്രവർത്തിച്ചില്ല. അവർ ശരിയാവണ്ണ രീതിയിൽ പരിശോധന നടത്തിയില്ല. പക്ഷേ ഇന്ന് കേൾക്കുന്നു വളരെ ഞെട്ടിക്കുന്ന കണ്ണീരോടെയുള്ളൊരു വാർത്ത. ആ ചാന്ദിനി കിരൺ എന്ന 5 വയസ്സുകാരി ഇനി ഇല്ല എന്നുള്ളത്. ആ കുട്ടിയെ ഇയാൾ കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം ലഭ്യമായിരുന്നു. അതേപോലെ ആ കുട്ടിയാണ് മരണപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ചാന്ദിനി കിരണിൻ്റെ മാതാപിതാക്കളുടെ പിതാവിനെ ആ സംഭവം നടന്ന ആലുവ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദയനീയ രംഗം. ആ ഒരു പാവം പിതാവ് ബീഹാറിൽ നിന്ന് ഇവിടെ വന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട മകളുടെ ജീവനറ്റ ശരീരം കണ്ടപ്പോൾ അത് കണ്ണുനീർ വാർത്തുകൊണ്ടുള്ള ഒരു രംഗം, അത് വർണ്ണിക്കുന്നതിലും അപ്പുറമാണ്. കാരണം അത് കണ്ടു നിന്ന മാധ്യമപ്രവർത്തകർ പോലും പൊട്ടിക്കരഞ്ഞൊരു രംഗമായിപ്പോയി. എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ജോലിക്ക് വേണ്ടി അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട്. ഇവിടെ ഉയർന്ന കൂലി കിട്ടുന്നത് കൊണ്ടാണ് ആളുകളോട് വരുന്നത്. സ്ത്രീകൾക്ക് കൂലി കുറവാണ്, പുരുഷന്മാർക്ക് നല്ല കൂലി കിട്ടുന്നുണ്ട്. അവിടെ അവരുടെ നാട്ടിലൊരു ഭൂമിയൊക്കെ വാങ്ങി സുഖമായിട്ട് വീട് വെച്ച് ജീവിക്കാമെന്ന് കരുതിയിട്ടാണ് ഇവരെ വരുന്നത്. പക്ഷേ ആ വരുന്ന ആളുകൾക്ക് വേണ്ടുന്നൊരു സുരക്ഷിതത്വം നമ്മുടെ നാട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളതിനൊരു മുൻഗണനാക്രമം കൊടുത്തിട്ടില്ല. നമ്മൾ പലതിലും നമ്മൾ ഫണ്ട് നീക്കി വെക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് തൊഴിലെടുക്കാൻ വരുമ്പോൾ അവർക്ക് നമ്മൾ ഉയർന്ന കൂലി കൊടുക്കുന്നുണ്ട്, അവരുടെ വിഭവങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുൻഗണനാക്രമം മനസ്സിലാക്കിയിട്ട് ആ കുട്ടികളെ അങ്കണവാടിയിൽ ചേർക്കുന്ന രീതിയിൽ ടൈം സെറ്റ് ചെയ്യാനോ അതിനുള്ള സംവിധാനങ്ങളോ ഇതൊന്നുമില്ലാതെ നമ്മൾ അവരുടെ കാര്യത്തിൽ വളരെ ലാഘവത്തോടെയാണ് കണ്ടത്. അതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ദുരന്തമായിട്ട് മാറി ഈ ചാന്ദിനി കിരൺ എന്ന 5 വയസ്സുകാരി. ആ ഒരു പുഞ്ചിരി മാഞ്ഞും ആ അമ്മയുടെ കരച്ചിൽ വല്ലാതെ സങ്കടപ്പെടുന്ന കാഴ്ചയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ മദ്യത്തിന്, ലഹരിക്ക് ഒരു നിർബാധം ആർക്കും എന്തും തുടങ്ങാമെന്ന എങ്ങനെ ലഹരി കഴിച്ചാലും കിട്ടാവുന്നൊരവസ്ഥ, അതിൻ്റെ അവൈലബിലിറ്റി. ഈ ഒരു പ്രതിയായിരുന്ന അസഫ് ഖാൻ എന്ന പേരുള്ള ഒരാൾ ലഹരിയുടെ അഡിക്റ്റാണ്. എത്ര ലഹരിയുടെ എന്നിട്ടും നമ്മുടെ നാടിൻ്റെ മദ്യനയം എന്താണ്? ഈ ലഹരിക്ക് അനുകൂലമാണെന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയക്കാരനായി, രാഷ്ട്രീയത്തെ ഭരണത്തിനെ എതിർത്തു, നമ്മളേതെങ്കിലും ചാപ്പകുത്തലായി. പക്ഷേ ഒറ്റ കാര്യം പറയാം, നമ്മളിവിടെ ടൂറിസ്റ്റുകൾ വരുന്നതും ഒക്കെ അവർക്കൊക്കെ മദ്യം ആവശ്യമാണെങ്കിലും അതിനൊക്കെ കിട്ടുന്ന പ്ലേസിലേക്ക് ചുരുക്കാതെ അത് നിർബാധം എവിടെയും ആർക്കും എന്തും കിട്ടുന്നുള്ളൊരവസ്ഥയാണ്. ഈ ഒരു ക്രിമിനലായ ഈ മനുഷ്യൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് കൊന്നത് എന്നുള്ളത് അവൻ മദ്യലഹരി കഴിഞ്ഞപ്പോൾ പോലീസിനോട് സമ്മതിച്ചു. അവൻ്റെ കൂടെ 1, 2, 3 പേരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നത്. പക്ഷേ അവൻ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്തിനാണത് കൊന്നത്? ഇന്നലെ 6 മണി സമയത്താണ് ആ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. 3 മണിയാകുമ്പോഴാണ് അവൻ കൊണ്ടുപോയത്.
6 മണിയാകുമ്പോൾ തന്നെ ആ കുട്ടിയെ അവൻ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു ദുരന്തം ഒരു പക്ഷേ കേരളത്തിൽ കേരളം മുഴുവനും ഈ കുട്ടിക്ക് വേണ്ടി കണ്ണീരോടുകൂടി പ്രാർത്ഥനയോടെ കാത്തിരുന്നു. പക്ഷേ ആ ഒരു പ്രാർത്ഥന വിഫലമായി. ആ കുട്ടിയെ അതിൻ്റെ മൃതദേഹമാണ് അതിൻ്റെ മാതാപിതാക്കൾക്ക് കിട്ടിയത്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത്തരത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കാൻ കാരണം തക്കതായ ശിക്ഷ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. പിന്നെ ഏത് സമയത്തും എവിടെയും കിട്ടുന്ന ഈ മദ്യവും ലഹരിയും. ഇവന് 2 ദിവസം മുൻപാണ് ഈ താമസ സ്ഥലത്തേക്ക് വന്നത്. അവൻ ഉപയോഗിക്കുന്ന റൂമിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അടുത്ത റൂമിൽ നിന്ന് കറണ്ട് ചോദിച്ചു. അപ്പോൾ അത് കിട്ടിയില്ല. അതിൻ്റെ ഒരു ദേഷ്യം അവനുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആണ് അവൻ ഈ കൊലപാതകം ചെയ്തത് എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതായാലും നമ്മുടെ കുട്ടികളൊക്കെ സുരക്ഷിതരാവുന്ന സമയത്തോളം നമുക്കിവിടെ നല്ലപോലെ ജീവിക്കാൻ കഴിയില്ല. കുട്ടികൾ സുരക്ഷിതമില്ലാത്തൊരു സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാർ പരാജയമാണ്. അങ്ങനെ ഒരു രംഗമാണ് നിർഭാഗ്യവശാൽ ഇവിടെ കണ്ടത്. ഏതായാലും ആ കുഞ്ഞിന് വിശാൽ മീഡിയയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലെന്നുള്ള പ്രാർത്ഥനയിലാണ്.